Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon. Okay, കഴിഞ്ഞ ക്ലാസ് വായിച്ചു നോക്കിയായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചു നോക്കിയാ കമ്പോണൻസ് വരെയല്ലേ നമ്മൾ എടുത്തത്, വായിച്ചു. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് തൊട്ട് നമുക്ക് നോക്കാം കേട്ടോ. ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ ആണോ? Yes, ma'am. Okay. Next ആണ് the perspective of quality. Perspective എന്ന് പറഞ്ഞാല് എന്താണ്? Perspective കാഴ്ചപ്പാടുകൾ അല്ലേ? ക്വാളിറ്റിയുടെ കാഴ്ചപ്പാടുകള് എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ഈ ക്വാളിറ്റി കൊടുക്കുന്നവരിൽ അടങ്ങിയിരിക്കുന്നത്? ഓക്കെ, health staff, health manager, clients and communities are all stakeholders in the service delivery. ഒരു ഹോസ്പിറ്റലില് ക്വാളിറ്റി ഉള്ള സർവീസ് കൊടുക്കുന്നവരില് ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഹെൽത്ത് സ്റ്റാഫ്സ് ഉണ്ട്, ഹെൽത്ത് മാനേജർ ഉണ്ട്, ക്ലയന്റ്സ് ഉണ്ട്, കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ ഒരു ഹോസ്പിറ്റലില് നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി സർവീസ് കൊടുക്കുന്നവരില് ഇവരൊക്കെ പങ്കാളികളാണ്. Each of these groups may hope for different things from health services. ഇപ്പൊ നമ്മൾ എന്താണ്, ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ആണ് അല്ലെ? എനിക്കുള്ള കാഴ്ചപ്പാടായിരിക്കില്ല ഇപ്പൊ നിങ്ങൾക്കുള്ളത്. അതുപോലെ തന്നെ എന്താണ്, ഹെൽത്ത് സ്റ്റാഫിനുള്ള കാഴ്ചപ്പാടായിരിക്കില്ല ഹെൽത്ത് മാനേജർക്ക് ഉണ്ടാകുന്നത്. ഹെൽത്ത് മാനേജർക്ക് ഉണ്ടാകുന്ന കാഴ്ചപ്പാടെല്ലാം ക്ലയൻസിന് ഉണ്ടാകുന്നത്. അപ്പൊ പലരുടെയും കാഴ്ചപ്പാടുകള് വ്യത്യാസമാണ്. ഫസ്റ്റ് നോക്കിയേ, ഫസ്റ്റ് പോയിന്റ് ആണ് ഇത്, എ പേഷ്യന്റ് ഓർ ക്ലയന്റ്. പേഷ്യന്റിന്റെ കാഴ്ചപ്പാട് എന്തൊക്കെയാണ് നോക്കിയേ. Research done in different parts of the country reveals our patient or clients require service that are delivered on time by the friendly and respectful staff, are safe, generate positive results and that they can afford, provide them with sufficient information about the condition, their condition and treatment, provide them with all the drugs they require, they give privacy are within their reach and given in the language they can understand. എന്താ പറയുന്നത്, ഒരു റിസർച്ച് പല കൺട്രീസിൽ നമ്മൾ റിസർച്ച് നടത്തിയതിന്റെ ഭാഗമായിട്ട് റിവീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒരു പേഷ്യന്റിന്റെ ഒരു ഹോസ്പിറ്റലില് ക്വാളിറ്റി കൊടുക്കുമ്പോൾ ഒരു പേഷ്യന്റിന് ഉണ്ടാകുന്ന കാഴ്ചപ്പാടുകളാണ്. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ഡെലിവേർഡ് ഓൺ ടൈം ബൈ ഫ്രണ്ട്ലി ആൻഡ് റെസ്പെക്ട്ഫുൾ സ്റ്റാഫ്. അല്ലെ, കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ട്രീറ്റ്മെന്റുകള് കറക്റ്റ് ടൈമില് കൃത്യസമയത്ത് നമ്മള് ഡെലിവർ ചെയ്യണം. അതുപോലെ തന്നെ റെസ്പെക്ട്ഫുൾ സ്റ്റാഫുകളായിരിക്കണം അല്ലെ പേഷ്യന്റിനോടും, അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന അവരോട് നല്ല രീതിയിൽ റെസ്പെക്റ്റോട് കൂടിയിട്ട് പെരുമാറുന്ന ആളുകളായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ എന്താണ്, അവർക്ക് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാം, സേഫ് അല്ലെ, സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യണം. ജനറേറ്റ് പോസിറ്റീവ് റിസൾട്ട്, എന്താണ്, നല്ല രീതിയിലുള്ള റിസൾട്ട് ആളുകൾക്ക് അവിടെ വരുന്ന പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിവുണ്ടായിരിക്കണം. പിന്നെ എന്താണ്, ദാറ്റ് ദേ ക്യാൻ അഫോർഡ്, എന്താണ്, അവർക്ക് ഇപ്പൊ ട്രീറ്റ്മെന്റുകൾക്ക് കൂടുതൽ പൈസ ഒക്കെ ആണെങ്കിൽ സാധാരണക്കാരനൊക്കെ ആണെങ്കിൽ എന്താണ്, അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ സാധാരണക്കാരനും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസുകളായിരിക്കണം അവിടെ
ചെയ്യേണ്ടത്. ഓക്കെ, എന്ത് കാര്യത്തിനായാലും സാധാരണക്കാരനായാലും അവർക്ക് പറ്റിയ രീതിയിലുള്ള ഫീസുകളായിരിക്കണം അവിടെ കൊടുക്കേണ്ടത്. പിന്നെന്താണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? ഇനി എന്താണ് പ്രൊവൈഡ് ദം വിത്ത് സഫിഷ്യന്റ് ഇൻഫർമേഷൻ അബൌട്ട് ദർ കണ്ടീഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. എന്താണ് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ്, അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെ കുറിച്ചൊക്കെ ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കണം, പേഷ്യന്റിന് കൊടുക്കണം. പിന്നെന്താണ് പ്രൊവൈഡ് ദം വിത്ത് ഓൾ ഡ്രഗ്സ് ആർ ദേ റിക്വയർ. എന്താണ് അവർക്ക് കൊടുക്കുന്ന ഡ്രഗ്സുകൾ അല്ലെ മരുന്നിനെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷനും പറഞ്ഞു കൊടുക്കുക. പിന്നെന്താണ് ഒരു സ്വകാര്യത ഉറപ്പുവരുത്തണം അല്ലെ, ഗിവ് പ്രൈവസി, സ്വകാര്യത ഉറപ്പുവരുത്തുക. പിന്നെന്താണ് ആൻഡ് ഗിവ് ഇൻ ലാംഗ്വേജ് ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇനി അവിടെ വരുന്ന പേഷ്യൻസിന് അവർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ലാംഗ്വേജിലായിരിക്കണം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടത്. മനസ്സിലായോ? ഇത്തരം കാര്യങ്ങളാണ് പേഷ്യന്റിന്റെ ഹോസ്പിറ്റലിൽ വരുന്നത്. മനസ്സിലായില്ലേ? എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? എന്താണ് കറക്റ്റ് ടൈമിൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാം അല്ലെ, ഡെലിവറി ഓൺ ടൈം ബൈ ഫ്രണ്ട്ലി, അതുപോലെ തന്നെ റെസ്പെക്ട്ഫുൾ സ്റ്റാഫുകളായിരിക്കണം ഉണ്ടായിരിക്കുന്നത്, അവർക്ക് സേഫ്റ്റി കൊടുക്കുക, അതുപോലെ പോസിറ്റീവ് റിസൾട്ട് പ്രൊവൈഡ് ചെയ്യണം, സാധാരണക്കാരനായാലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഫീ കാര്യങ്ങൾ ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ സഫിഷ്യന്റ് ഇൻഫർമേഷൻ അല്ലെ, അവരുടെ കണ്ടീഷനെ കുറിച്ച്, ഹെൽത്ത് കണ്ടീഷനെ കുറിച്ചും അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകളെ കുറിച്ചും സഫിഷ്യന്റ് ആയിട്ട് ഇൻഫർമേഷനുകൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ എന്താണ് അവർക്ക് കൊടുക്കുന്ന ഡ്രഗ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷനുകൾ പ്രൊവൈഡ് ചെയ്യണം, സ്വകാര്യത ഉറപ്പുവരുത്താം. അതുപോലെ തന്നെ എന്താണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞാല് പേഷ്യന്റിന് മനസ്സിലാവുന്ന രീതിയിലുള്ള ലാംഗ്വേജ് ആയിരിക്കണം പറഞ്ഞു കൊടുക്കേണ്ടത്. മനസ്സിലായോ? പേഷ്യന്റ് ഓൺ ക്ലയൻസ് എന്നുള്ളതില് കാര്യങ്ങള് പേഷ്യന്റിന്റെ കാഴ്ചപ്പാടുകളാണ് പറഞ്ഞത് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് ഇത് ഹെൽത്ത് സ്റ്റാഫ് ഓർന്നുണ്ട് കേട്ടോ. അവിടെ ഹെൽത്ത് സ്റ്റാഫ് അല്ലെങ്കിൽ പറയുന്ന പേരാണ് ഹെൽത്ത് പ്രൊവൈഡർ. അവിടെ ഒരു ഓർ ചേർത്ത് കൊടുക്കാം. ഹെൽത്ത് സ്റ്റാഫ് ഓർ ഹെൽത്ത് പ്രൊവൈഡർ. The health provider can provide quality care if he or she has sufficient knowledge and skill. അപ്പോ ഈ ഹെൽത്ത് പ്രൊവൈഡർക്ക് നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് എന്താ വേണ്ടത് അറിയാൻ പറ്റോ? ഹെൽത്ത് പ്രൊവൈഡർക്ക് ഹോസ്പിറ്റലില് നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി കെയർ പേഷ്യൻസിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് അറിവ് വേണോ അല്ലേ? സ്കില്ലും വേണം, നോളജും വേണം. വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ എന്താ പറയുന്നത്, നമ്മുടെ ഹോസ്പിറ്റലില് ഹെൽത്ത് പ്രൊവൈഡർക്ക് നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി കെയർ കൊടുക്കാനായിട്ട് അവർക്ക് എന്താ ഉണ്ടായിരിക്കേണ്ടത്? സഫിഷ്യന്റ് നോളജ് ആൻഡ് സ്കിൽ ആവശ്യമാണ്. ഇനി എന്താണ് adequate resource staff, drugs, supplies, equipments and transport etc. എന്താണ് അവർക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള റിസോഴ്സസുകൾ, വിഭവങ്ങൾ വേണം. അതുപോലെ തന്നെ എന്താണ് ഡ്രഗുകള്, മരുന്നുകള്, എക്യുപ്മെന്റ്സ്, സപ്ലൈസ് അല്ലെ, ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളൊക്കെ അവിടെ അത്യാവശ്യമാണ്, വർക്ക് ചെയ്യാനായിട്ട് അത്യാവശ്യമാണ്. പിന്നെ എന്താണ് സേഫ് ആൻഡ് ക്ലീൻ വർക്ക് പ്ലേസ്, നല്ല രീതിയിലുള്ള ഒരു സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാം ഒരു വർക്ക് ചെയ്യുന്ന പ്ലേസിൽ. അതുപോലെ തന്നെ ക്ലീനിങ് ആയിരിക്കണം, ക്ലീൻലിനെസ് ആയിരിക്കണം അല്ലെ. പിന്നെ എന്താണ് ഓപ്പർച്യൂണിറ്റി ടു ഫ്രീക്വന്റ്ലി ഇംപ്രൂവ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് ഈസ് വെൽ പെയ്ഡ് ആൻഡ് റിവാർഡഡ് ഫോർ ഗുഡ് വർക്ക്. എന്താണ് അവരുടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പർച്യൂണിറ്റി എന്താ? അവസരങ്ങൾ അല്ലെ, അവരുടെ സ്കില്ലുകള്, നോളജുകളൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് അവസരങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ എന്താണ് അവര് നല്ല രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവർക്ക് റിവാർഡുകളും പ്രൊവൈഡ് ചെയ്യണം. റിവാർഡ് എന്താ? പാരിതോഷികങ്ങള് കൊടുക്കണം. ഇത്തരം കാര്യങ്ങളാണ് ഹെൽത്ത് സ്റ്റാഫിന്റെ ഹോസ്പിറ്റലിൽ വരുന്നത് കേട്ടോ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഹെൽത്ത് സ്റ്റാഫ് അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊവൈഡർക്ക് നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി കെയർ കൊടുക്കാനായിട്ട് എന്താ അത്യാവശ്യമാണ്?
സഫീഷ്യന്റ് ആയിട്ടുള്ള നോളജും സ്കില്ലും അത്യാവശ്യമാണ്. അതുപോലെ തന്നെ അവർ വർക്ക് ചെയ്യുന്ന പ്ലേസിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം? റിസോഴ്സുകള്, അത് ഡ്രഗ്സുകള് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യമാണ്. അതുപോലെ തന്നെ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാം, ക്ലീനിങ് വർക്ക് പ്ലേസ് ആയിരിക്കണം. അതുപോലെ അവരുടെ നോളജും സ്കില്ലും ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ ഉണ്ടാക്കണം, അവസരങ്ങള് ഉയർത്തിക്കൊണ്ടുവരാം. അതുപോലെ തന്നെ എന്താണ്, നല്ലൊരു ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ ആണെങ്കിൽ ഗുഡ് വർക്കാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് റിവാർഡും പ്രൊവൈഡ് ചെയ്യണം, പാരിതോഷികങ്ങളും കൊടുക്കണം. ഓക്കെ ആണോ? വായിച്ചു നോക്കിയ രണ്ട് കാര്യങ്ങളും വായിച്ചു നോക്കാം കേട്ടോ. The patient and the health staff. വായിച്ചു നോക്കിയേ. ക്ലിയർ ആയോ രണ്ട് കാര്യങ്ങളും? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് തേർഡ് വൺ ആണ് ദ ഹെൽത്ത് കെയർ മാനേജർ. ഈ ഹെൽത്ത് കെയർ മാനേജർ ഇങ്ങനെയാണ് ക്വാളിറ്റിയെ കൺസിഡർ ചെയ്യുന്നത്. നോക്കിയേ, ദ ഹെൽത്ത് കെയർ മാനേജർ കൺസിഡേഴ്സ് 1 minute കേട്ടോ, ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, ഇനി തേർഡ് വൺ ആണ് ഹെൽത്ത് കെയർ മാനേജർ അല്ലേ. അപ്പൊ ഹെൽത്ത് കെയർ മാനേജർ ക്വാളിറ്റി കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഹെൽത്ത് കെയർ മാനേജർ കൺസിഡേഴ്സ് quality care as managing efficiently the resources of the health facility. So first point ആണ് എന്ത്? managing efficiently the resources of the health facility. നല്ല രീതിയിൽ അല്ലേ, എന്താണ് ഹെൽത്ത് കെയർ ഹോസ്പിറ്റലില് റിസോഴ്സസുകൾ കാര്യക്ഷമമായിട്ട്, എഫിഷ്യന്റ്ലി എന്ന് പറയുന്നത് എന്താണ്? കാര്യക്ഷമമായിട്ട് മാനേജ് ചെയ്യുക. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി എന്താണ്? ഹെൽത്ത് സ്റ്റാഫ് അറ്റൈൻ സെറ്റ് ടാർഗറ്റ്സ്. അപ്പോ എന്താണ്? ഹെൽത്ത് സ്റ്റാഫുകൾക്ക് അവിടെ എന്താണ് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അവരുടെ വർക്കുകള് ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വർക്ക് അവർ കറക്റ്റ് ആയിട്ട് മര്യാദയ്ക്ക് ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുക, ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് ഹെൽത്ത് കെയർ മാനേജറിന്റെ ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. ഇനി എന്താണ്? ഹെൽത്ത് സ്റ്റാഫ് ബീയിങ് ഫ്രീക്വന്റ്ലി സപ്പോർട്ടഡ് ആൻഡ് സൂപ്പർവൈസ്ഡ്. എന്താണ്? ഹെൽത്ത് സ്റ്റാഫിനെ ഫ്രീക്വന്റ്ലി ആയിട്ട് സപ്പോർട്ട് ചെയ്യുകയും സൂപ്പർവൈസ് ചെയ്യുകയും ചെയ്യുക. Ample and competent staff to provide care. എന്താണ്? ആ ഹോസ്പിറ്റൽ വരുന്ന പേഷ്യൻസിന്, ആ പേഷ്യൻസിന് കെയർ കൊടുക്കുന്നത്, ക്വാളിറ്റി കെയർ കൊടുക്കുന്നതിന് വേണ്ടതായിട്ടുള്ള മതിയായ രീതിയിലുള്ള എന്തുണ്ടാവണം? നോളജും സ്കില്ലും ഉണ്ടാവണം അല്ലെ.
അങ്ങനെയുള്ള ജീവനക്കാരുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അങ്ങനെയുള്ള സ്റ്റാഫുകള് ക്വാളിറ്റി കെയർ കൊടുക്കുന്നതിന് വേണ്ടതായിട്ടുള്ള സ്റ്റാഫുകള് ഹോസ്പിറ്റലിൽ ഉണ്ടോ എന്നുള്ള കാര്യവും ചെക്ക് ചെയ്യണം. ഇനി എന്താണ് സ്റ്റാഫ് ബീയിങ് ഡിസിപ്ലിനഡ്. എന്താണ് സ്റ്റാഫുകളെ പരിപാലിക്കുക. പ്രൊവൈഡിങ് നെസസറി റിസോഴ്സസ് ഫോർ വർക്ക്. അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള സ്റ്റാഫുകൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള റിസോഴ്സുകൾ ആവശ്യത്തിനുള്ള വിഭവങ്ങള് അവിടെ പ്രൊവൈഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഹെൽത്ത് കെയർ മാനേജറിന്റെ പെർസ്പെക്റ്റീവിൽ വരുന്നത്. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? റിസോഴ്സുകളൊക്കെ കാര്യക്ഷമമായിട്ട് മാനേജ് ചെയ്യാം. അതുപോലെ സ്റ്റാഫുകള് ഹെൽത്ത് സ്റ്റാഫുകള് അവരുടെ വർക്കുകള് അല്ലെങ്കിൽ അവരുടെ ടാർഗറ്റുകൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ സ്റ്റാഫിനെ എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്യുകയും സൂപ്പർവൈസ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ അവിടെ വരുന്ന ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് ക്വാളിറ്റി കെയർ കൊടുക്കുന്നതിന് വേണ്ടതായിട്ടുള്ള ആംബിൾ ആയിട്ടുള്ള അല്ലെ മതിയായ രീതിയിൽ കോമ്പിറ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്കില്ലും നോളജും ഉള്ള സ്റ്റാഫുകൾ അവിടെ ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്താം. അതുപോലെ തന്നെ സ്റ്റാഫുകളെ പരിപാലിക്കാം. അതുപോലെ എന്താണ് വർക്ക് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള റിസോഴ്സസുകൾ പ്രൊവൈഡ് ചെയ്യാം. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അക്രഡിറ്റേഷൻ. എന്താണ് അക്രഡിറ്റേഷൻ? അക്രഡിറ്റേഷൻ എന്താണെന്ന് അറിയോ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ അക്രഡിറ്റേഷൻ? ഇല്ല, അപ്രൂവൽ. ഓക്കെ, അപ്പൊ അക്രഡിറ്റേഷൻ നോക്കാം കേട്ടോ. അപ്രൂവൽ നോക്കിക്കോളൂ. അക്രഡിറ്റേഷൻ എന്താണ്? അക്രഡിറ്റേഷൻ ഈസ് എ പ്രോസസ് in which the entity separate and distinct from the healthcare organization, normally non-governmental. എന്താ പറയുന്നത്? അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാല് ഒരു സ്ഥാപനത്തിന് ഔദ്യോഗികമായിട്ട് അംഗീകാരം നൽകുന്നതിനെയാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? ഒരു സ്ഥാപനത്തിന് ഔദ്യോഗികമായിട്ട് ഒരു അംഗീകാരം നൽകുക, അതിനെയാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ചില സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഓഡിറ്റിംഗ് പിടിച്ചില്ലേ, ഇതുപോലെ തന്നെ എന്താണ് അക്രഡിറ്റേഷൻ കൊടുക്കുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സ് അവർ പാലിച്ചു കഴിഞ്ഞാലേ ഈ അംഗീകാരം ഹോസ്പിറ്റലുകൾക്ക് ലഭിക്കുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ കൺസെപ്റ്റ്? അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥാപനത്തിന് അംഗീകാരം നൽകുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സ് അവർ കൃത്യമായിട്ട് പാലിച്ചാൽ മാത്രമേ ഈ അംഗീകാരം ആ സ്ഥാപനത്തിന് കിട്ടുള്ളൂ. ഓക്കെ, ഇനി അതുപോലെ തന്നെ എന്താണ്? നോർമലി നോൺ ഗവൺമെന്റൽ അല്ലെ. എന്താണ് അക്രഡിറ്റേഷൻ സ്ഥാപനം എന്നത്? എന്താണ്? ഒരു നോൺ ഗവൺമെന്റ് സ്ഥാപനമാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. നെക്സ്റ്റ് എന്താണ്? Assess the healthcare organization to decide if it is meet set of needs, standards, plan to improve the safety and quality of care. നമ്മൾ പറഞ്ഞു അല്ലെ, ഒരു ഹോസ്പിറ്റലിൽ ആ ഹോസ്പിറ്റലിൽ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സ് അവർ കൃത്യമായിട്ട് പാലിച്ചാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? അവർക്ക് അംഗീകാരം കിട്ടുകയുള്ളൂ അല്ലെ. ഇനി എന്തിനു വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സ് കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? അവിടെ വരുന്ന പേഷ്യൻസിന് നമ്മൾ ക്വാളിറ്റി കെയർ കൊടുക്കുന്നത് അല്ലെ. സേഫ്റ്റിയും അതുപോലെ തന്നെ നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള കെയർ ആണോ കൊടുക്കുന്നത് എന്ന് അത് ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡുകൾ വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഒരു ഹോസ്പിറ്റലിൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ് കൃത്യമായിട്ട് പാലിച്ചാൽ മാത്രമേ അംഗീകാരം കിട്ടുകയുള്ളൂ. ഈ സ്റ്റാൻഡേർഡ്സ് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്? സേഫ്റ്റിയും ക്വാളിറ്റിയും ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? സെക്കൻഡ് പോയിന്റ്
ഓക്കെ, ഇനി എന്താണ് തേർഡ് പോയിന്റ് നോക്കിയേ. അക്രഡിറ്റേഷൻ ഇസ് യൂഷ്വലി വോളണ്ടറി. വോളണ്ടറി എന്ന് പറഞ്ഞാൽ എന്താ? വോളണ്ടറി എന്ന് പറഞ്ഞാൽ എന്താ? സ്വമേധയാ നടക്കുന്ന ഒരു പ്രേരണയാണ് അല്ലെ. ആരുടെയും എന്താണ് പ്രേരണയോ അല്ലെങ്കിൽ എന്താണ് റെക്കമെൻഡേഷനോട് കൂടിയിട്ടൊന്നല്ല ചെയ്യുന്നത്, കിട്ടുന്നത്, ഈ അംഗീകാരം കിട്ടുന്നത്. ഇതെന്താണ്? അക്രഡിറ്റേഷൻ എന്ന് പറയുമ്പോ സ്വമേധയാ നടക്കുന്ന ഒരു പ്രേരണയാണ്. It has gained worldwide attention as an effective quality assessment and management tool. എന്താണ്? ഫലപ്രദമായ ഗുണനിലവാരമുള്ള കെയർ കൊടുക്കുന്നതിനും വിലയിരുത്തുന്നതിനും, അസസ്മെന്റ് അല്ലെ, വിലയിരുത്തുന്നതിനും ഒരു മാനേജ്മെന്റ് ടൂൾ എന്ന നിലയിൽ ഈ അക്രഡിറ്റേഷൻ ശ്രദ്ധ നേടിയിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഫലപ്രദമായിട്ടുള്ള ഗുണനിലവാരമുള്ള ഒരു ക്വാളിറ്റി കെയർ കൊടുക്കുന്നതിനും അത് വിലയിരുത്തുന്നതിനും ഒരു മാനേജ്മെന്റ് ടൂൾ എന്ന നിലയിൽ അക്രഡിറ്റേഷൻ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് അക്രഡിറ്റേഷനിൽ പറയുന്നത് കേട്ടോ. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥാപനത്തിന് അംഗീകാരം നൽകുന്നതാണ്, അംഗീകാരം കൊടുക്കുന്നതാണ്. എന്താണ്? ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും, ആ സ്റ്റാൻഡേർഡ്സ് പാലിച്ചാൽ മാത്രമേ അംഗീകാരം ലഭിക്കുകയുള്ളൂ. ഇതൊരു നോൺ ഗവൺമെന്റൽ സ്ഥാപനമാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സ് ഓരോ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെ, ഹോസ്പിറ്റലിന് കൊടുക്കുന്നെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സ് ഹോസ്പിറ്റലിന് കൊടുക്കുന്നത്? അവരുടെ ക്വാളിറ്റിയും സേഫ്റ്റിയും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് സ്വമേധയാ നടക്കുന്ന ഒരു പ്രേരണയാണ്. അതുപോലെ തന്നെ എന്താണ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്? എന്താണ്? ഫലപ്രദമായ ഗുണനിലവാരമുള്ള കെയർ കൊടുക്കുന്നതിനും വിലയിരുത്തുന്നതിനും ഒരു മാനേജ്മെന്റ് ടൂൾ എന്ന നിലയിൽ അക്രഡിറ്റേഷൻ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ക്ലിയർ ആയോ? പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ ആണോ? പോയിന്റ്സ് 4 പോയിന്റ്സ്. ഇനി നെക്സ്റ്റ് ആണ് ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ.
ബെനഫിറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഏതാ പറയേണ്ടത്? ഇത് പോയിന്റ് അസോന പറയണ്ടേ? ഒന്നും കൂടി പറയണോ? അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പോയിന്റോ? ലാസ്റ്റ് പോയിന്റ് ആണോ? ഇറ്റ് ഹാസ് ബീൻ ഗെയിൻഡ് അതാണോ? അതാണോ പറയേണ്ടത്? മൂന്ന് പോയിന്റ് ഒന്നുകൂടി പറയാം. എന്താണ് ഞാൻ പറഞ്ഞു? എന്താണ് അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ ചില സ്റ്റാൻഡേർഡ്സുകൾ ഹോസ്പിറ്റലിൽ ഉണ്ടാവും അല്ലെ? ആ സ്റ്റാൻഡേർഡ്സുകൾ പാലിച്ചാൽ മാത്രമേ അവർക്ക് അംഗീകാരം ലഭിക്കുകയുള്ളൂ. അപ്പോ ഇനി സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അല്ലെ? അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സ് എന്തിനു വേണ്ടിയിട്ടാണ് ഓരോ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ കൊടുത്തിരിക്കുന്നത്? ടു ഇംപ്രൂവ് ദ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് കെയർ. അവരുടെ സേഫ്റ്റി, അവര് ഹെൽത്ത് കെയർ കൊടുക്കുന്നതില് സേഫ്റ്റിയും ക്വാളിറ്റിയും ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡുകൾ ഹോസ്പിറ്റൽസിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തേർഡ് പോയിന്റ് എന്താണ്? അക്രഡിറ്റേഷൻ ഈസ് യൂസ്ഫുൾ വോളണ്ടറി, യൂഷ്വലി വോളണ്ടറി. എന്താണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്? ആരുടെയും പ്രേരണയോ അല്ലെങ്കിൽ റെക്കമെൻഡേഷന്റെയോ ഭാഗത്ത് അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതല്ല, കൊടുക്കുന്നതല്ല. എന്താണ്? സ്വമേധയാ കൊടുക്കുന്നതാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? It has gained worldwide attention as an effective quality assessment and management tool. എന്താണ്? ഫലപ്രദമായ ഗുണനിലവാരമുള്ള കെയർ കൊടുക്കുന്നതിനും അതുപോലെ തന്നെ എന്താണ് അത് വിലയിരുത്തുന്നതിനും ഒരു മാനേജ്മെന്റ് ടൂൾ എന്ന നിലയിൽ അക്രഡിറ്റേഷൻ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഓക്കെ ആണോ? മൂന്ന് പോയിന്റും ഇത്തരം കാര്യങ്ങളാണ് അക്രഡിറ്റേഷനിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ബെനഫിറ്റ് കേട്ടോ. ബെനഫിറ്റ് നോക്കാം. അക്രഡിറ്റേഷന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ടു ഇംപ്രൂവ് പബ്ലിക് ട്രസ്റ്റ് അല്ലെ? എന്താണ്? നല്ല രീതിയിൽ അംഗീകാരം ലഭിച്ച ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ എന്താണ് പബ്ലിക്കിന്റെ വിശ്വാസം ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് പറ്റും അല്ലെ? പറ്റുമോ? നല്ല നിലവാരമുള്ള ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഇല്ലേ? ഇനി എന്താണ്? പ്രൊവൈഡ് എ സേഫ് ആൻഡ് എഫിഷ്യന്റ് വർക്ക് എൻവയോൺമെന്റ്. നല്ല ഗുണനിലവാരമുള്ള അംഗീകാരം ലഭിച്ച ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ എന്താണ് അവിടെ വർക്ക് ചെയ്യുന്നവർക്കും അവിടെ വരുന്ന പേഷ്യൻസിനും സേഫ്റ്റിയും അതുപോലെ എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്കിംഗ് എൻവയോൺമെന്റും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെന്താണ്? നെഗോഷിയേറ്റ് വിത്ത് സോഴ്സസ് ഓഫ് പേയ്മെന്റ്സ്. എന്താണ് നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാല്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മെറ്റീരിയൽസ് മാനേജ്മെന്റില് നെഗോഷിയേഷൻ ഓർമ്മയുണ്ടോ നമ്മൾ പഠിച്ചത്? കമ്മ്യൂണിക്കേഷൻ, ചർച്ച അല്ലെ? നല്ല അംഗീകാരം ലഭിച്ച ഹോസ്പിറ്റലുകളൊക്കെ ആണെങ്കിൽ എന്താണ് വേറെ നല്ല രീതിയിലുള്ള ഒരു സ്ഥാപനങ്ങളുമായിട്ട് അല്ലെ ബന്ധം പുലർത്താനായിട്ട് അല്ലെങ്കിൽ ചർച്ച നടത്താനായിട്ട് സാധിക്കും. മനസ്സിലായോ? പോയിന്റ് അതാണ് പറയുന്നത്. അക്രഡിറ്റേഷൻ കിട്ടിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നല്ല സ്ഥാപനങ്ങളുമായിട്ട് ചർച്ച നടത്താനായിട്ട് അല്ലെ സാധിക്കും. പിന്നെ എന്താണ്? Listen to patients and their families, respect their rights and involve them in the care process as partners. എന്താ പറയുന്നത്? നല്ല അംഗീകാരം ലഭിച്ച ഹോസ്പിറ്റലിലെ അക്രഡിറ്റേഷൻ കിട്ടിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അവിടെ വരുന്ന പേഷ്യൻസിനും അവരുടെ ഫാമിലിക്കും എന്താണ് പേഷ്യൻസിന്റെ റൈറ്റ്സ്, അവകാശങ്ങൾ എന്തൊക്കെയാണ്, അവകാശങ്ങളെ മാനിക്കുകയും അതനുസരിച്ച് അവരോട് റെസ്പെക്ട്ഫുൾ ആയിട്ട് പെരുമാറാനായിട്ട് പറ്റില്ലേ? അല്ലേ? പറ്റോ?
അവിടെ വരുന്ന പേഷ്യൻസിനും അവരുടെ ഫാമിലിനോടും റെസ്പെക്ട്ഫുൾ ആയിട്ട് പെരുമാറുകയും അവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, റൈറ്റ്സ് എന്താണ് അല്ലെ, റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവകാശങ്ങളെ മാനിക്കുകയും അവരോട് റെസ്പെക്ട്ഫുൾ ആയിട്ട് പെരുമാറാനും പറ്റും. പിന്നെ എന്താണ്, ജനറേറ്റ് എ കൾച്ചർ ദാറ്റ് ഈസ് ഓപ്പൺ ടു ലേണിംഗ്. എന്താണ്, നിങ്ങൾ ഓപ്പൺ ഡേ ഹൗസ് ഒക്കെ പഠിച്ചിട്ടില്ലേ പബ്ലിക് റിലേഷനില്, ഓർമ്മയുണ്ടോ? ഓപ്പൺ ഡേ ഹൗസ് എന്താ, ഓപ്പൺ ഡേ ഹൗസ് എന്ന് പറഞ്ഞാല് ഓർമ്മയുണ്ട്, എന്താണെന്നറിയോ? വിസിറ്റ് ചെയ്തിട്ട് ഓക്കെ. അപ്പോ ഇവിടെ എന്താണ്, ഇങ്ങനെയുള്ള അക്രഡിറ്റേഷൻ കിട്ടിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ എന്താണ്, ഇവിടെ വന്നിട്ട് ആ ഹോസ്പിറ്റലിലോട്ട് വന്നിട്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നേരിട്ട് കണ്ട് പബ്ലിക്കിന് പഠിക്കാനായിട്ടുള്ള സാഹചര്യമുണ്ട്. മനസ്സിലായോ? അതാണ് ഓപ്പൺ ടു ലേണിംഗ്. അവിടെ വന്ന് ആ ഹോസ്പിറ്റലിൽ വന്ന് അവിടെയുള്ള കാര്യങ്ങൾ, സർവീസുകൾ എന്തൊക്കെയാണ്, ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും നേരിട്ട് കണ്ട് പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, എസ്റ്റാബ്ലിഷ് കൊളാബറേറ്റീവ് ലീഡർഷിപ്പ് ആൻഡ് കണ്ടിന്യൂസ് ലീഡർഷിപ്പ്. എന്താ പറയുന്നത്, ഇപ്പോ അക്രഡിറ്റേഷൻ നമുക്ക് ഈ വർഷമാണ് കിട്ടിയതെങ്കിൽ ചിലപ്പോ അടുത്ത വർഷം നെക്സ്റ്റ് ഇയർ കിട്ടണമെന്നില്ല. എന്തായിരിക്കാം, അവിടെയുള്ള സ്റ്റാൻഡേർഡുകൾ അല്ലെ, സ്റ്റാൻഡേർഡുകൾ കൃത്യമായിട്ട് പാലിച്ചാൽ മാത്രമേ, ഈ സ്റ്റാൻഡേർഡ്സ് എപ്പോഴും സ്ഥിരമായിരിക്കില്ല, മാറിക്കൊണ്ടിരിക്കും. ആ മാറിക്കൊണ്ടിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം. അങ്ങനെ കൃത്യമായിട്ട് പാലിച്ചാൽ മാത്രമാണ് അക്രഡിറ്റേഷൻ കിട്ടുകയുള്ളൂ. അപ്പൊ അങ്ങനെ കിട്ടണമെങ്കിൽ എന്താണ്, എല്ലാവരും കൂടി അല്ലെ, ഹോസ്പിറ്റലിലെ എല്ലാ വർക്കേഴ്സും ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്ത് അല്ലെ, കോർഡിനേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയെങ്കിൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, അക്രഡിറ്റേഷൻ കിട്ടുള്ളൂ അല്ലെ. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്താണ്, സഹകരണം, എല്ലാവരുടെയും സഹകരണം അത്യാവശ്യമാണ്. അതാണ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്. അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ എന്താണ്, എല്ലാ സ്റ്റാഫുകളുടെയും സഹകരണവും എല്ലാ കാര്യങ്ങളും അവർ ഒരുമിച്ച് നിന്ന് വേണം പ്രവർത്തിക്കാനായിട്ട്. ഇതൊക്കെയാണ് ബെനഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷനിൽ വരുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു, പബ്ലിക്കിന്റെ വിശ്വാസം ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ അവിടെ വരുന്ന പേഷ്യൻസിന് സേഫ്റ്റി കൊടുക്കാനായിട്ട്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ സേഫ്റ്റിയും നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ അക്രഡിറ്റേഷൻ ലഭിച്ച ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ മറ്റു നല്ല സ്ഥാപനങ്ങളുമായിട്ട് ചർച്ച നടത്താനായിട്ട് ഇടവരുന്നുണ്ട്, ചർച്ചയിൽ ഏർപ്പെടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്താണ്, അവിടെ വരുന്ന പേഷ്യൻസിന് അവരുടെ ഫാമിലിക്കും അവകാശങ്ങൾ, പേഷ്യൻസിന്റെ അവകാശങ്ങളെ മാനിച്ചുകൊണ്ട് അവരോട് റെസ്പെക്ട്ഫുൾ ആയിട്ട് പെരുമാറാനായിട്ട് സഹായിക്കുന്നു. പിന്നെന്താണ്, അക്രഡിറ്റേഷൻ കിട്ടിയ ഹോസ്പിറ്റല് നേരിട്ട് വന്ന് കണ്ട് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും പബ്ലിക്കിൽ എന്ത് ചെയ്യാൻ, പഠിച്ച് നോക്കി കണ്ട് പഠിക്കാൻ പറ്റും. പിന്നെന്താണ്, അക്രഡിറ്റേഷൻ കിട്ടുന്ന ഹോസ്പിറ്റലുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോ നെക്സ്റ്റ് ഇയർ ചിലപ്പോ കിട്ടണമെന്നില്ല. കാരണം എന്താണ്, എല്ലാ സ്റ്റാൻഡേർഡുകളും ഒരേ സ്റ്റാൻഡേർഡ്, സെയിം സ്റ്റാൻഡേർഡ് ആയിരിക്കില്ല. ചിലപ്പോ നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ എന്താണ്, സ്റ്റാൻഡേർഡുകൾക്ക് വ്യത്യാസം വരും. അപ്പൊ അത് കൃത്യമായിട്ട് പാലിക്കണമെങ്കിൽ അവിടെ ആരുടെ ഹെൽപ്പ് വേണം, എല്ലാ ഹോസ്പിറ്റൽ അല്ലെ, ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫുകളുടെയും കോർഡിനേഷനും കോർപ്പറേഷനും വേണ്ടി നല്ല രീതിയിൽ അവർക്ക് സഹകരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമാണ് അക്രഡിറ്റേഷൻ ലഭിക്കുകയുള്ളൂ. മനസ്സിലായോ? നോക്കിയ ബെനഫിറ്റ്
അയച്ചു കഴിഞ്ഞോ ബെനിഫിറ്റ്? ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ബെനിഫിറ്റില്? ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് JCI, ഇൻട്രൊഡക്ഷൻ ടു JCI. JCI, എക്സ്പാൻഡ് JCI എന്നൊക്കെ ചോദിക്കാം കേട്ടോ. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ മാർക്ക് ചെയ്ത് വയ്ക്കാം. JCIയുടെ എക്സ്പാൻഷൻ ആണ് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ late 1990s to observe hospitals outside the United States. So, JCI അല്ലേ, Joint Commission International, എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ് 1990s-ലാണ്. റിലൈൻ ചെയ്യാട്ടോ. ഓക്കെ, പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഒബ്സർവ് ഹോസ്പിറ്റൽ ഔട്ട്സൈഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്. യുണൈറ്റഡ് സ്റ്റേറ്റിന് പുറത്തുള്ള ഹോസ്പിറ്റലുകളെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരിക്കുന്ന സംഘടനയാണ് JCI എന്ന് പറയുന്നത്. ഇവിടെയും പറയാം, യുണൈറ്റഡ് സ്റ്റേറ്റിന് പുറത്തുള്ള ഹോസ്പിറ്റലുകളെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചിട്ടുള്ള ഈ സംഘടന അല്ലെങ്കിൽ ഒരു സംഘടനയാണ് എന്ത്? JCI. കിട്ടിയോ? നെക്സ്റ്റ് പോയിന്റ്, JCIയുടെ എക്സ്പാൻഷൻ അടയാളപ്പെടുത്തി വെക്കാം കേട്ടോ, മാർക്ക് ചെയ്ത് വെക്കാം. ജോയിന്റ് കമ്മീഷൻ കൗൺസിൽ, അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1990s-ലാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്? യുണൈറ്റഡ് സ്റ്റേറ്റിന് പുറത്തുള്ള ഹോസ്പിറ്റലുകളെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് പോയിന്റ് ഓക്കെ ആണോ? Okay. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കിയേ. JCI which is also non for profit. നമ്മൾ പറഞ്ഞില്ലേ എന്താണ്? എന്താ പറഞ്ഞത്? ഇതൊരു എന്താണ്? നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. അതുപോലെ തന്നെ presently accredited facilities in Asia, Europe, the Middle East and South America. ഇനി അതുപോലെ തന്നെ എന്താണ്? presently accredited facilities അല്ലെ, നിലവില് അക്രഡിറ്റേഷൻ സൗകര്യങ്ങൾ ലഭിച്ചിരിക്കുന്നത് ഏത് കൺട്രീസിനൊക്കെയാണ്? ഏഷ്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് ആൻഡ് സൗത്ത് അമേരിക്ക. ഇത്തരം കൺട്രീസിനാണ് നിലവില് presently ഈ JCI അക്രഡിറ്റേഷൻ ലഭിച്ചിരിക്കുന്നത്. ഇനി എന്താണ്? സെക്കൻഡ് പോയിന്റ് കിട്ടിയോ? ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ, ഏതൊക്കെ കൺട്രീസിനാണ് അക്രഡിറ്റേഷൻ കിട്ടിയിരിക്കുന്നത്. ഇനി എന്താണ്? The counts of JCI accredited hospital worldwide listed on the JCI website 2015 shows 820 hospitals in 47 and above countries. അപ്പോ എന്താ പറയുന്നത്? നിലവില് എന്താണ് ഈ JCI അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ വേൾഡ് വൈഡ് ആയിട്ട് 2015-ലുള്ള ലിസ്റ്റ് പ്രകാരം, സൂക്ഷിച്ച് കേൾക്കാട്ടോ, കൃത്യമായിട്ട് കേൾക്കാം. വേൾഡ് വൈഡ് ആയിട്ട് 2015-ലെ ലിസ്റ്റ് പ്രകാരം 47 and above countries-ല് 820 ഹോസ്പിറ്റൽസിനാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? JCI അക്രഡിറ്റേഷൻ കിട്ടിയിരിക്കുന്നത്. മനസ്സിലായോ? 2015-ല് വേൾഡ് വൈഡ് ആയിട്ട് 2015-ലെ ലിസ്റ്റ് പ്രകാരം 47 and above countries-ല് 820 ഹോസ്പിറ്റലിനാണ് JCI അക്രഡിറ്റേഷൻ ലഭിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നെക്സ്റ്റ് പോയിന്റ് ആണ്. ഇനി ഇന്ത്യയിൽ
എത്ര ഹോസ്പിറ്റലുകൾക്കാണ് JCI അക്രഡിറ്റേഷൻ ലഭിച്ചിരിക്കുന്നത്? 21 hospitals in India. ഇതൊന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. 21 hospitals in India. മാർക്ക് ചെയ്ത് വെച്ചോ? ഓക്കെ. ഇനി എന്താണ് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞതാണ് എന്ത്? JCI സ്റ്റാൻഡേർഡ്സ് അല്ലെ, എക്സ്പാൻഡ് JCI എന്താണ്? ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, ഇറ്റ് ഈസ് എ US based, നമ്മൾ പഠിച്ചതാണ് US based and not for profit accreditation body which sets and adjusts standards for healthcare providers level of performance in key functional area like patient rights, patient treatment and infection control. നമ്മൾ പഠിച്ചത് എന്താണ്? JCI എന്ന് പറഞ്ഞാല് US based ആണ്. അതുപോലെ തന്നെ എന്താണ്? നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് അല്ലെ, അക്രഡിറ്റേഷൻ ബോഡി ആണ്. അതുപോലെ തന്നെ ഇതിന് സ്റ്റാൻഡേർഡ്സുകൾ ഉണ്ടാവുമല്ലോ. ഈ സ്റ്റാൻഡേർഡ്സുകൾ അനുസരിച്ച് അവരുടെ പെർഫോമൻസ് ലെവല് ഇംപ്രൂവ് ആകുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. എത്രത്തോളം ഈ സ്റ്റാൻഡേർഡ് അനുസരിച്ച്, അതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് അവരുടെ പെർഫോമൻസ് ലെവല് എത്രത്തോളം ഇംപ്രൂവ് ആകുന്നുണ്ടെന്ന് നോക്കുന്നുണ്ട്. ഇനി എങ്ങനെ ഏതൊക്കെയാണ് കീ പോയിന്റ്സിൽ വരുന്നത് നോക്കിയേ. പേഷ്യന്റ് റൈറ്റ്സ്, അതുപോലെ പേഷ്യന്റ് ട്രീറ്റ്മെന്റ്, ഇൻഫെക്ഷൻ കൺട്രോൾ. ഈ 3 പോയിന്റുകൾ നോക്കിയിട്ടാണ് അതില് ഈ 3 പോയിന്റ് നോക്കി അതിനകത്ത് അവരുടെ പെർഫോമൻസ് ലെവല് അവര് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒത്തിരി മനസ്സിലാക്കിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ മിസ് പറയുന്നത്. ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്താ പറഞ്ഞത്? US based ആണ്. അതുപോലെ തന്നെ എന്താണ്? നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് അല്ലെ. അതുപോലെ തന്നെ എന്താണ്? നോൺ പ്രോഫിറ്റ് അക്രഡിറ്റേഷൻ ബോഡി ആണ്. പിന്നെ എന്താണ്? സ്റ്റാൻഡേർഡ്സ് നമ്മൾ പറഞ്ഞല്ലോ, ഹോസ്പിറ്റലിന് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും അല്ലെ. ആ സ്റ്റാൻഡേർഡ്സ് നോക്കിയിട്ട് നമ്മുടെ പെർഫോമൻസ് ലെവല് ഇംപ്രൂവ് ആകുന്നുണ്ടോ നോക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ പെർഫോമൻസ് ഇംപ്രൂവ് ആകുന്നുണ്ടോ നോക്കുന്നത്? 3 കാര്യങ്ങൾ നോക്കിയിട്ടാണ്. ഏതൊക്കെയാണ്? പേഷ്യന്റ് റൈറ്റ്സ്, പേഷ്യന്റിന്റെ അവകാശങ്ങൾ, അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ, അതുപോലെ തന്നെ ഇൻഫെക്ഷൻ കൺട്രോളുകൾ. അപ്പോ ഈ 3 കാര്യങ്ങൾ നോക്കിയിട്ടാണ് അവരുടെ പെർഫോമൻസ് ലെവല് അതിനകത്ത് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. JCI's goal is to improve the quality of health care in the international community by keeping worldwide accreditation services. എന്താ പറയുന്നത്? അന്താരാഷ്ട്ര സമൂഹത്തിൽ നല്ല ഗുണനിലവാരമുള്ള ആരോഗ്യ പരിചരണം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് രാജ്യമെമ്പാടും അക്രഡിറ്റേഷൻ സേവനങ്ങള് നൽകുന്നു. ഇവിടെയും പറയാട്ടോ, അന്താരാഷ്ട്ര സമൂഹത്തിൽ നല്ല ഗുണനിലവാരമുള്ള ആരോഗ്യ പരിചരണം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് രാജ്യമെമ്പാടും അക്രഡിറ്റേഷൻ സേവനങ്ങള് നൽകുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മിസ് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയേ. എന്നിട്ട് നെക്സ്റ്റ് 3 പോയിന്റ് നമുക്ക് പറയാം.
മിസ്റ്റേക്ക് അല്ലെ? അത് രണ്ടാമത്തെ പോയിന്റിൽ വരുന്നത് ദ ഹെൽത്ത് സ്റ്റാഫ് ഓർ ഹെൽത്ത് പ്രൊവൈഡർ. ആ ഹെൽത്ത് സ്റ്റാഫിന്റെ അവിടെ ഒരു ഓർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. വായിച്ചു കഴിഞ്ഞോ ഇൻട്രൊഡക്ഷൻ? ഓക്കെ, ഇനി നെക്സ്റ്റ് 3 പോയിന്റ് കൂടി പറയാം കേട്ടോ. JCI standards would take us to improve patient care, safety and path of continuous quality improvement. എന്താണ് JCI അംഗീകാരം അല്ലെ? ആ സ്റ്റാൻഡേർഡ്, JCI സ്റ്റാൻഡേർഡ് നമ്മൾ പാലിക്കുന്നതിലൂടെ, ഓരോ ഹോസ്പിറ്റൽസും പാലിക്കുന്നതിലൂടെ എന്തൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവർക്ക് പേഷ്യൻസ് കെയർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, സേഫ്റ്റി ഉറപ്പുവരുത്താൻ പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ പാർട്ട് ഓഫ് കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അല്ലെ? അവിടെ കൊടുക്കുന്ന സർവീസില് അതിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. എന്താ പറയുന്നത്? JCI സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നതിലൂടെ പേഷ്യന്റ് കെയർ, സേഫ്റ്റി, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണ്? This would strengthen patient third party and ensure confidence and would provide us a competitive edge. എന്താണ് ഈ അംഗീകാരം അല്ലെ? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഏജൻസിയാണ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് കേട്ടോ. തേർഡ് പാർട്ടി എന്നത് ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ഏജൻസികൾ ഉണ്ടാവുമല്ലോ, ഇതൊക്കെയാണ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, പറഞ്ഞോട്ടെ മിസ്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് എന്താണ്? JCI അക്രഡിറ്റേഷൻ കിട്ടിയ ഹോസ്പിറ്റലുകളിൽ വരുന്ന പേഷ്യന്റ്, അതുപോലെ തേർഡ് പാർട്ടി അല്ലെ? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ഏജൻസികള്, അതുപോലെ ഇൻഷുറൻസ് കമ്പനീസ്, ഇതിനൊക്കെ എന്താണ്? ഒരു ആത്മവിശ്വാസം ശക്തിപ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനായാലും മറ്റു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട മറ്റു എന്താണ് ഏജൻസികള്, അതുപോലെ ഇൻഷുറൻസ് കമ്പനിക്കൊക്കെ എന്താണ്? ആത്മവിശ്വാസം, കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ would provide us a competitive edge അല്ലെ? ഒരു മത്സര അധിഷ്ഠിത നേട്ടവും ആ സ്ഥാപനങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള മത്സര അധിഷ്ഠിത നേട്ടവും സ്ഥാപനത്തിന് കൈവരുന്നു. ഓക്കെ ആണോ? അല്ലെ? നല്ല രീതിയിൽ അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ മറ്റു ഹോസ്പിറ്റലുകളോട് എന്താണ്? ഒരു മത്സരാധിഷ്ഠിത നേട്ടം അല്ലെ? മത്സരിച്ച് നിൽക്കാനായിട്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് എന്താണ്? JCI accreditation is a gold standard for quality since it reflects the provision of the highest level of patient care and patient safety. നമ്മൾ പറഞ്ഞു ഈ JCI accreditation അംഗീകാരം എന്ന് പറയുന്നത് എന്താണ്? ഒരു സുവർണ നേട്ടമാണ് അല്ലെ? ഗോൾഡ് സ്റ്റാൻഡേർഡ്സ് ആണ് അല്ലെ? ഒരു സുവർണ നേട്ടമാണ്. ഈ സുവർണ നേട്ടം കിട്ടുന്നതിലൂടെ ആ ഹോസ്പിറ്റലിൽ പേഷ്യന്റ് കെയർ, അതുപോലെ പേഷ്യന്റ് സേഫ്റ്റിയും ഉറപ്പ് വരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇല്ലേ? ഒരു ഹോസ്പിറ്റലിന് JCI അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ എന്താണ്? അവിടെ പേഷ്യന്റ് കെയറും പേഷ്യന്റ് സേഫ്റ്റിയും അവർ നല്ല രീതിയിൽ ഹയസ്റ്റ് ലെവലിലോട്ട് ഉയർത്തുന്നത് കൊണ്ടല്ലേ അവർക്ക് അക്രഡിറ്റേഷൻ കിട്ടുന്നത്, അംഗീകാരം കിട്ടുന്നത്. ഒക്കെയാണോ? പോയിന്റ് മനസ്സിലായോ? മൂന്ന് പോയിന്റ് ആണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. ഒക്കെയാണോ 3 പോയിന്റും? ഓക്കെ, ഇത്രയും മിസ് ഒന്ന് എടുക്കണുള്ളൂ കേട്ടോ. ഡൗട്ട് വല്ലതുണ്ടോ നിങ്ങൾക്ക് ഇനി?
ഇല്ല. ഓക്കെ, ഇത്രയും വരെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാട്ടോ. വായിക്കാതിരിക്കരുത്, പിന്നെ മനസ്സിലാവില്ല. അടുത്ത ക്ലാസ്സിൽ എടുക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. തേർഡ് പോയിന്റ് പറയണോ? തേർഡ് പോയിന്റ് എന്താ പറയുന്നത്? ഇങ്ങനെ നമുക്ക് ഈ GCA അക്രഡിറ്റേഷൻ കിട്ടുന്നത് ഒരു സുവർണ അവസരമാണ് അല്ലെ? അങ്ങനെയുള്ള സുവർണ അവസരം കിട്ടുമ്പോ ഇത് കിട്ടുന്നതിലൂടെ ആ ഹോസ്പിറ്റലില് കൊടുക്കുന്ന പേഷ്യന്റ് കെയറും പേഷ്യന്റ് സേഫ്റ്റിയും എന്താണ് നല്ല ഹയസ്റ്റ് ലെവലിലാണ് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? ഓക്കെ, ഇനി ഡൗട്ട് ഉണ്ടോ? താങ്ക് യു.